ഹലോ, എന്തല്ല നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു ചറപറ ഡെസ്കിന് നമുക്കൊരു മേക്ക് ഓവർ കൊടുക്കാം. ഇപ്പം ഞാൻ ചെറുതായിട്ട് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇത്ര ഇഷ്ടമായി വരുന്നില്ല ഈ ഒരു മേക്ക് ഓവർ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡെസ്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഷോർട്സിലൊക്കെ. ഇത് ഞാൻ എക്സാമിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിനും പകുതി ഇന്നാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞങ്ങൾ ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സ്. ഇതിലാണ് എൻ്റെ ലെഫ്റ്റ് ഓവർ പീസസും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നത്. പിന്നെ ഇതെൻ്റെ 2ാം ക്ലാസ്സിലെയോ 3ാം ക്ലാസ്സിലെയോ എങ്ങാനും സ്റ്റഡി ടേബിളാണ്. ഇതിന്മേലാണ് സ്റ്റിക്കേഴ്സും അക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ ഓർഗനൈസേഴ്സ്, പാറ്റേൺ പേപ്പർ, ബുക്സ്, കറൻ്റ് ആയിട്ടുള്ള വാൾ പേപ്പർ, അതുപോലെ തന്നെ കൊളായി പോയിട്ടുള്ള ക്ലേ ക്രാഫ്റ്റ്, പാലറ്റ്, പെൻ ഹോൾഡർ, ഇതൊക്കെ ഈ ഒരു ഡെസ്കിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ഓർഗനൈസ് ചെയ്ത് അപ്പുറത്തേക്ക് തട്ടണം ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഫയലിൽ നമുക്ക് വേണ്ട പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ബ്രൗൺ കവേഴ്സും ഒക്കെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഹോം മെയ്ഡ് ഓർഗനൈസറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പറിക്കാനാണ്. ഒട്ടിക്കാൻ ഭയങ്കര സിമ്പിളാണെങ്കിൽ ഇത് പറിച്ചെടുക്കാൻ എൻ്റെ അമ്മേ ഞാൻ ഒറ്റയ്ക്ക് വെട്ടൊരു പാടാണ്. ബട്ട് ടേബിൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടേനെ. പിന്നെ ഈ ഒരു വൈറ്റ് വാൾപേപ്പറിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കാം കേട്ടോ. ടേബിൾ ഫുള്ള് സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും. വാൾപേപ്പർ വെച്ചപ്പോൾ തന്നെ നല്ല രീതിക്ക് ഒട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഐഡൻറ്റി കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ പണിയുണ്ടായിരുന്നു. ഞാൻ ഒറ്റക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് മെനക്കേടുള്ള പണിയാണ്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ടേബിൾ സൈഡിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആംഗിളൊക്കെ നോക്കുന്നുണ്ട്, കുറച്ച് ഭംഗിയുള്ള ഏതാണ്. ഫൈനലി ഞാൻ ആദ്യം എടുത്ത ആംഗിൾ തന്നെയാണ് എടുക്കുന്നുണ്ടേനെ. ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഒരു അരമാസം 3/4 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ആദ്യം കുറച്ച് ഒരു ബബിൾസൊക്കെ ആയിട്ടുണ്ടേനുള്ളൂ. ബട്ട് ഇപ്പം നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആ ഒരു ബബിളേ ഉണ്ടേനല്ലോ. പിന്നെ ക്രാഫ്റ്റ് തലക്ക് മൂത്തോണ്ട് തന്നെ 1 അല്ല 2 അല്ല 3 ബൾബ് വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ട്. അതിൽ മഞ്ഞ മഷ്റൂമിന് നമുക്കൊരു മേക്ക് ഓവർ കൊടുക്കാം. ഞാൻ ഈ ഗസ്റ്റ് പോലെയുള്ള സംഭവമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സെയിം സാധനമൊന്നുമല്ല. അതുപോലെ ബേസ് കൊടുക്കാനായിട്ട് ഒരു പഴകിയ പൗഡർ എടുക്കുക. അതിനുശേഷം അതിൽ ഗ്ലൂവും കുറച്ച് വൈറ്റ് അക്രിലിക് പെയിൻറ്റും വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 കൂട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബേസ് നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയിട്ട് ഇത് ഓർഡർ ചെയ്താൽ മതി. മീഷോ എന്നുള്ളതാണ്. ഇത് എൻ്റെ കുഴപ്പമാണ്, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കുഴപ്പമാണ്, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. പിന്നെ മ്യൂട്ടഡ് ലാവൻഡർ കളർ ഉണ്ടാക്കാനായിട്ട് ബ്ലൂ കളറും അതുപോലെ തന്നെ റെഡ് കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടേനെ. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ 2 ടയർ ഓർഗനൈസറിനും കൊടുക്കുന്നത്. മഷ്റൂമിൻ്റെ മേലെ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ ശരിക്കും വിറച്ചിട്ടെങ്കിൽ മരിയൊക്കെ ഇടാനൊന്നും പറ്റുന്നുണ്ടില്ല, കറൻറ്റും പോയിട്ടുണ്ടേനു. എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അതാണ് ഇത്രയും ലേറ്റ് ആവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ് ഗൈസ്. പിന്നെ ഒന്നുകൂടെ ഈ ഒരു കളർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2 ടയർ ഓർഗനൈസർ. ഇത് പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് ഞാനൊരു 2-2.5 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ട് കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടാണ്. പിന്നെ ആ ഒരു ഉരുണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾപേപ്പറിൻ്റെ റോളാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടേനെ. കൈക്കൊക്കെ ഫുള്ള് പെയിൻ്റ് ആയിട്ടുണ്ടേനു, ഒരു കോലായിട്ടുണ്ടേനു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കറൻ്റ്ലി ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ജേർണലിംഗ് കിറ്റിലെ ഈ ഒരു പോസ്റ്റേഴ്സ് ഞാൻ വാഷി ടാപ്പ് വെച്ച് ഒട്ടിച്ച് അതിൻ്റെ മേലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റ്സൊക്കെ അടിച്ചതുകൊണ്ട് തന്നെ ടേബിളിൽ വൈറ്റ് പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പം നല്ല രീതിക്ക് ബബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ ടേബിളിൽ. പിന്നെ ഈ ഒരു ക്ലേനെ കൊണ്ടുണ്ടാക്കിയ കോസ്റ്ററും ക്യാൻറ്റീനും ഐസ്ക്രീം സ്റ്റിക്കിനെ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടേനെ പെൻ ഹോൾഡറും
ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പെൻ ഹോൾഡറും അതുപോലെ തന്നെ ഒരു വൈറ്റ് കുറച്ചൊക്കെ കൊളായിപ്പോയത്ത് ക്രിസ്മസ് ട്രീയും അതുപോലെ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗനൈസർ. ഇതിപ്പം ഞാനൊരു 2-2.5 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേനെ. എനിക്ക് കൊറോണേൻ്റെ ടൈമിൽ മൂത്ത പ്രാന്താണ് കേട്ടോ ഈ ഒരു ജേർണലിങ്. അപ്പം ആ ഒരു ടൈമിൽ ഓർഗനൈസറായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനു. പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടേനെ. പിന്നെ എൻ്റെ വാഷി ടാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസറും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പെൻ ഹോൾഡറും. പിന്നെ ഇതെൻ്റെ കോവിഡ് ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റിക്കേഴ്സിനും. അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ 5 വർഷത്തെ സ്വപ്നമാണ് ഈ ചാനലിൽ നിന്ന്. അപ്പോൾ ആ 5 വർഷത്തിൽ എൻ്റെ ചാനൽ ഇടണം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെന്നും അതുപോലെ തന്നെ സ്റ്റിക്കറിൻ്റെ ഓർഗനൈസറും വാഷി ടേപ്പും ഒക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കീച്ചെയിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജേർണലിംഗ് കിറ്റിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടേനെ സ്റ്റിക്കർ ബുക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മേലെ ഈ 3 സാധനങ്ങളും ഞാൻ ഹോം മെയ്ഡായിട്ട് കോവിഡ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെനിക്ക് അറേഞ്ച് ചെയ്ത രീതി ഇഷ്ടമായിട്ടുണ്ടായില്ല. ഞാൻ മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാട്ടം പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നിലമൊക്കെ. എന്നിട്ട് ഞാനത് ഫുൾ അടിച്ച് വാരി കൂട്ടുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു പണി.